ഇത് മലബാർ ഓർക്കസ്ട്ര ടീം, കേരളത്തിൽ അറിയപ്പെടുന്ന ഗായക സംഘം. ഇവൻ സലീൽ റിയാസ്, മലബാർ ഓർക്കസ്ട്രയുടെ താങ്ങും തണലും. എണ്ണത്തിൽ കൂടുതൽ പാട്ടുകൾ പാടിയതും കൂടുതൽ ഫാൻസും ഇവനാണ്. അതുകൊണ്ടാവാം ഈ സംഘത്തിന്റെ തലൈവർ പദവി ഇവന് ലഭിച്ചത്. ആ പദവിയെ ബഹുമാനിച്ചുകൊണ്ട് സംഘാംഗങ്ങൾ സ്നേഹത്തോടെ ഇവനെ വിളിക്കും ബോസ്. ഇവനാണ് സിനാജ് ഫാസിൽ, സലീൽ റിയാസിന്റെ വലം കൈ, മലബാർ ഓർക്കസ്ട്രയുടെ ഡയറക്ടർ. ഇവൻ മുന്ന മുക്താർ, മലബാർ ഓർക്കസ്ട്രയിലെ പുതിയ താരോദയം. ഇവനാണ് മുത്തു, റിയാലിറ്റി ഷോയിൽ നിന്നും മലബാർ ഓർക്കസ്ട്രയ്ക്ക് ലഭിച്ച ശബ്ദമാധുര്യത്തിൻ്റെ ഉടമ. ഇവൻ റാസിഖ് റഹ്മാൻ, മലബാർ ഓർക്കസ്ട്രയുടെ സ്റ്റേജ് പെർഫോമർ. ഇവർക്കൊരു എതിർ ടീമുണ്ട്, സ്മോൾ ബോയ്സ് ടീം. സ്മോൾ ബോയ്സിന്റെ ലക്ഷ്യം തന്നെ മലബാർ ഓർക്കസ്ട്രയുടെ തകർച്ചയാണ്. പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മലബാർ ഓർക്കസ്ട്രയുടെ സൗഹൃദക്കൂട്ട് തകർത്തതായാണ്. എല്ലാ നല്ല ബന്ധങ്ങൾക്കിടയിലും കയറി വരുന്ന ചെകുത്താന്റെ മുഖം മൂടി ഇവരെ ആർക്കാണ്? കൊണ്ടോ നോക്കുകൊണ്ടോ നിന്നെ ഞാൻ നോവിച്ചെങ്കിൽ ഇന്നു ഞാൻ ഖേദിക്കുന്നു ആ കാലമോർത്ത്. ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നിന്നെ ഞാൻ നോവിച്ചെങ്കിൽ ഇന്നു ഞാൻ ഖേദിക്കുന്നു ആ കാലമോർത്ത്. ഒരു നല്ല സ്വപ്നത്തിൽ വിടരും പ്രഭാതത്തിൽ തിരയുന്നു നിന്നെ കണി കാണാൻ. ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നിന്നെ ഞാൻ നോവിച്ചെങ്കിൽ ഇന്നു ഞാൻ ഖേദിക്കുന്നു ആ കാലമോർത്ത്. മറയുന്നു ചന്ദ്രബിംബം, അലയുന്നു നിന്നിഴൽ തേടി, അകതാരിൽ സ്നേഹമൊരുക്കി കഴിയുന്നു ഇന്നീ മണ്ണിൽ. ഇനി എൻ്റെ പാട്ടിലെന്നും നിറയുന്നു നിൻമുഖമിന്നും. അറിഞ്ഞില്ല സ്നേഹിത നിന്നെ ഇനിയെന്നു കാണുമെന്ന് കാത്തിരുന്നു മൂർത്തിരുന്നു. നാളുകൾ കഴിച്ചതല്ലേ, എന്നിട്ടും എന്തേ നീ എന്നോടകന്നത്? ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നിന്നെ ഞാൻ നോവിച്ചെങ്കിൽ ഇന്നു ഞാൻ ഖേദിക്കുന്നു ആ കാലമോർത്ത്. രാത്രിതൻ മൗനം മാറ്റാൻ രാക്കിളി പാടും പാട്ടിൽ അറിയാതെ പോലും നെഞ്ചം തിരയുന്നു നിന്നെ ഇന്ന്. ഞാനിന്നേകനായി, നീയുന്നു ദൂരെയായി. പാമരൻ ഞാനോ ഇവിടെ
കരളുരുകി കഴിയുകയായി. കാത്തിരുന്നു ഓർത്തിരുന്നു നാളുകൾ കഴിച്ചതല്ലേ, എന്നിട്ടും എന്തേ നീ എന്നോടകന്നത്? ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നിന്നെ ഞാൻ നോവിച്ചെങ്കിൽ ഇന്നു ഞാൻ ഖേദിക്കുന്നു ആ കാലമോർത്ത്. സുൽഫിക്കർ സൽമാൻ, തന്നോട് എനിക്കൊരു കാര്യം പറയാം. ഞങ്ങളുടെ വഴിയിൽ നീ വരരുത്, ഞങ്ങളുടെ മാർഗത്തിൽ ഒരു തടസ്സമാകരുത്. ഇതിനപേക്ഷ ചതിക്കായിരുന്നല്ലേ? മലബാർ ഓർക്കസ്ട്രയുടെ പ്രോഗ്രാം മുഴുവൻ നീ സ്മോൾ ബോയ്സിന് മറിച്ചു കൊടുക്കായിരുന്നല്ലടാ. ഒന്നും ഞാൻ അറിയില്ലെന്നാണ് നീ കരുതിയത്. എല്ലാം മുന്നേ എന്നോട് പറഞ്ഞു. നിനക്കെന്താ? കൂടെ പറപ്പിനെ പോലെ എന്നെ വിട്, എന്നെ വിട്. ചതിക്കായിരുന്നല്ലടാ. ഒന്ന് ഞാൻ പറയണ കേൾക്ക്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നോടൊന്ന് പറയണ്ട പ്ലീസ്. ഞാൻ പറയണമെന്ന് കേട്ടൂടെ നിനക്ക്? എനിക്കൊന്നും കേൾക്കണ്ട. അന്ന് സംഭവിച്ചത് നീ പോയിക്കോ. ഈ വിഷയത്തെ പറ്റി നമ്മളിനി സംസാരിക്കില്ല. സൗഹൃദം
കുറഞ്ഞ വാക്കുകളിൽ വേഗത്തിൽ നിർവചിക്കാൻ കഴിയാത്ത സ്നേഹത്തിൻ കാണാച്ചരട്. എത്ര വില കൊടുത്താലും നിർബന്ധിച്ചാലും നേടിയെടുക്കാൻ പറ്റാത്ത എന്തോ ഒന്ന്. അതിൻ്റെ പേര് സൗഹൃദം. മനസ്സിലെരിയുന്ന നൊമ്പരങ്ങളും ഉള്ളിൽ തുളുമ്പുന്ന സന്തോഷങ്ങളും പരസ്പരം പങ്കുവയ്ക്കാൻ ഒരു കൂട്ട്. നല്ല സൗഹൃദങ്ങൾ വളരെ പെട്ടെന്ന് പൊട്ടിച്ചെറിയാൻ കഴിയില്ല എന്നത് നേരെങ്കിലും കൊടും വിഷം പുരണ്ട മനസ്സുകൾ സൗഹൃദങ്ങൾക്കിടയിൽ വിതയ്ക്കുന്ന കരട് ക്രമേണ നല്ല സൗഹൃദങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നു, വളരെ ആഴത്തിൽ. അത് തിരിച്ചറിയാനാവാതെ പോകുന്നിടത്ത് തുടങ്ങുന്നു നമ്മുടെ പരാജയം.